Hello friends, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സോസേജ് ഫ്രൈ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വളരെ ചുരുങ്ങിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ആദ്യമായി നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. കൂടാതെ നമുക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒത്തിരി ഉപ്പ് കൂടാൻ പാടില്ല. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ടോട്ടൽ ഒരു 6 പീസ് സോസേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സോസേജിന്റെ ആ ഒരു എണ്ണം അനുസരിച്ച് പൊടികൾക്കൊക്കെ മാറ്റം വരുത്തുക. നമുക്ക് ഈ സോസേജ് നമുക്ക് കത്തി കൊണ്ട് 2 സൈഡ് നമുക്ക് ഇതുകൂട്ടൊന്ന് കട്ട് ചെയ്ത് വിടാം. നിങ്ങൾ ഈ സോസേജ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫുള്ള് കട്ട് ചെയ്യുന്നില്ല, ഒരു ഹാഫേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മുടെ മസാലയൊക്കെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പോൾ നമ്മളിവിടെ സോസേജ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുകൂടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. ഇത് നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുന്നതേ ഉള്ളൂ. ഇത് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോസേജ് എല്ലാം നമുക്ക് സ്റ്റിക്കിലേക്ക് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സ്റ്റിക്ക് യൂസ് ചെയ്യാതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ മതിയാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറക്റ്റ് 2 എൻഡിൽ കൂടെ കറക്റ്റായിട്ട് സെൻറ്ററിൽ കൂടെ തന്നെ പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഒരു സോസേജ് നമ്മൾ കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ സ്റ്റിക്കിന്റെ സെന്ററിൽ കറക്റ്റായിട്ട് നമുക്കിത് പിൻ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള സോസേജും എല്ലാം നമുക്ക് പിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സോസേജ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഈ സ്റ്റിക്കിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കറക്റ്റ് സെന്ററിൽ, സ്റ്റിക്കിന്റെ സെന്ററിൽ വരുന്ന രീതിയിലാണ് നമ്മൾ പിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്കിപ്പോൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് കറക്റ്റായിട്ട് നമ്മുടെ മസാലയൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ കട്ടിങ്സിലേക്ക് അത് കറക്റ്റായിട്ട് ഇറങ്ങി ചെല്ലുന്ന പോലെ തന്നെ നന്നായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ സോസേജ് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്കത് മാറിനേറ്റ് ചെയ്യേണ്ടി വെക്കാം. അപ്പോഴേക്കും മസാലയുടെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ സോസേജ് പിടിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഇതുകൊണ്ട് പരന്നൊരു പാൻ വെക്കാം. നമ്മൾ ഈ പരന്ന പാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിക്ക് കറക്റ്റായിട്ട് ഇതിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാത്രമല്ല ഇതിൽ നമ്മൾ കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. എണ്ണ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണ കറക്റ്റായിട്ട് ഈ പാനിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസേജ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമ്മളിവിടെ വളരെ കുറച്ച് എണ്ണ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. സോസേജ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ശക്കലം എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ കറക്റ്റായിട്ട് എണ്ണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല ഒത്തിരി കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സോസേജ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. അതായത് മറ്റേ സൈഡിലേക്ക് ഇടുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ സൈഡും കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ എണ്ണ യൂസ് ചെയ്യുമ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ നമുക്ക് ഇടയ്ക്ക് വെച്ച് ആഡ് ചെയ്താൽ മതിയാവും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ ഒത്തിരി ഹൈയിൽ ഇടാൻ പാടില്ല. കാരണം നമ്മൾ ഒന്നാമത് നമ്മൾ എണ്ണ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ സോസേജ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സ്റ്റേജ് ആകാതെ വരെ നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് എല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നമ്മളെല്ലാവരും സോസേജ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കാറുള്ളതാണ്. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ സോസേജ് ഫ്രൈ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.
അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.